നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഖുർആനിലെ വാചകം നമുക്ക് ഓർമ്മ വരികയാണ്. ജനങ്ങളോട് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള വിളിയാളം ഇബ്രാഹിമെ നീ വിളിക്കുക. നടന്നു വരുന്ന ആളുകൾ, വാഹനത്തിലേറി വരുന്ന ആളുകൾ, വിമാനത്തിൽ വന്നവർ, കപ്പലിൽ വന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ നിയ്യത്തോടു കൂടി തൽബിയത്ത് ചൊല്ലിയിട്ട് മക്കയുടെ വിശുദ്ധമായ മണ്ണിൽ എത്തിച്ചേരുകയും കുറച്ച് സമയം ആ ബിൽഡിങ്ങിൽ നമ്മുടെ റൂമിലൊക്കെ വിശ്രമിക്കുകയും ചെയ്യാം. നമ്മൾ എവിടെ താമസിക്കണം എന്നതിനെ കുറിച്ച് ആ റൂമിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം വരെ സാധാരണ പോകുന്ന ആളുകളൊക്കെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടവരൊക്കെ ഒരു കവറുള്ളവരൊക്കെ റൂമിലാണ് താമസിച്ചിരുന്നത്. ഈ വർഷം പുതിയൊരു പരിഷ്കാരം വരുന്നുണ്ട് എന്നാണ് ഹജ്ജിന്റെ ഒരു അറിയിപ്പിൽ നമുക്ക് ലഭ്യമാകുന്നത്. പുരുഷന്മാര് ഒരു റൂമിലും സ്ത്രീകൾ വേറെ റൂമിലുമായിട്ട് താമസിക്കും എന്നാണ് പറയുന്നത്. അത് ഗുണകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങളും ഉണ്ട്. നമുക്ക് എന്താണോ അള്ളാഹു നിശ്ചയിച്ചിട്ടെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. അവിടെ കുറച്ച് സമയം ഇരുന്നു, അവിടെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടാകും, നമ്മൾ സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ടാകും. അതൊക്കെ വാങ്ങി സന്തോഷത്തോടു കൂടി കഴിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കുന്നു. അറിയിപ്പ് ലഭിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ബിൽഡിങ്ങിന്റെ ഒരു അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് അവിടെ കിട്ടും റിസപ്ഷൻ. അത് വാങ്ങി എല്ലാവരും നിർബന്ധമായിട്ട് കയ്യിൽ വെക്കണം. അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ നമ്പർ മനസ്സിലാക്കണം. അതിന്റെ അടുത്തൊരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസിന്റെ നമ്പർ മനസ്സിലാക്കണം. ആ ഓഫീസിന്റെ നമ്പറും ബസ് സ്റ്റോപ്പിന്റെ നമ്പറും ബസിന്റെ നമ്പറും ഒന്നായിരിക്കും. ആ ബസ് 24 മണിക്കൂറും ഹറമിന്റെ അടുത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. സൗജന്യമാണ്. നമ്മൾ പൈസ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ബസ്സിലാണ് ഇൻഷാ അല്ലാഹ് ചെറിയ സംഘങ്ങളായി നമ്മൾ അവിടെ നിന്ന് കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങുകയും ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയും. ബസ് സ്റ്റോപ്പ് 1.5 കിലോമീറ്റർ നടക്കേണ്ട അവിടെ ബിൽഡിങ്ങിന്റെ അടുത്തൊക്കെ തന്നെ ആയിട്ട് ഉണ്ടാവും. ഈ 14 ബ്രാഞ്ച് ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ 14 ബ്രാഞ്ചിനും അരിയെ ചിലത് 13A 12A 10A ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ നമ്പറും ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലവും അവിടുത്തെ പിതാക്കൊക്കെ വാങ്ങി കയ്യിൽ വെക്കുന്നു. കുറച്ച് പൈസ ഒരു 50 റിയാല 20 റിയാല 30 റിയാലൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങോട്ടേക്ക് പുറപ്പെടുന്നു? മസ്ജിദുൽ ഹറമിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഉംറയുടെ നിയ്യത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഇഹ്റാമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. വിശ്രമമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ പുറപ്പെടുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ് 2 വർഷത്തേക്കാണ് പോവുക. അതായത് ചില ബ്രാഞ്ചുകളിൽ നിന്ന് ചില ഏരിയകളിൽ നിന്ന് ബസ് പോകുന്നത് ഒരു പക്ഷേ എങ്ങോട്ടായിരിക്കും? മഹബസുൽ ജിന്ന എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും. അത് ബസ് സ്റ്റാൻഡ് അല്ല, അതിങ്ങനെ റൂഫൊക്കെ കൂടിയുള്ള നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെ ആയിരിക്കും നമ്മുടെ ബസ് എത്തി നിൽക്കുക. ഇപ്പുറത്തൂടെ പോവുകയാണെങ്കിൽ അത് പോയി നിൽക്കുന്നത് ഖുദായി എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡിലായിരിക്കും. അത് ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അവിടെ ഇന്ത്യന്റെ ബസ്സും ഉണ്ടാവും, പാകിസ്ഥാന്റെ ബസ്സും സാധാരണഗതിയിൽ ഉണ്ടാവും. ചില രാജ്യങ്ങളിൽ അത് പിന്നീട് അഡീഷണൽ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ബസ്സിൽ നമ്മൾ കയറിയിരിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ കൂടി കഴിഞ്ഞാൽ ആ ബസ് ഇങ്ങനെ പോകും. ഇപ്പൊ നമ്മുടെ ചുണ്ടിലും മനസ്സിലും കൽബിലൊക്കെ എന്താ ഉള്ളത്? ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ചിന്തകളൊക്കെ ഒഴിവാക്കുക, ദുആ ചെയ്യുക, പ്രാർത്ഥന നിർവഹിക്കുക, തൽബിയത്ത് ചൊല്ലിയിട്ട് ആ ബസ്സിൽ ഇങ്ങനെ പോയിട്ട് ആ ബസ് ഒന്നുകിൽ ഖുദായി പോയി നിർത്തും, അതല്ലെങ്കിൽ മഹബസുൽ ജിന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നിർത്തും. അവിടെ നിന്ന് ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നത് കണ്ടാൽ നമ്മളും ഇറങ്ങുക. തൊട്ടടുത്ത് തന്നെ സൗദിയുടെ ബസ് നിൽക്കുന്നുണ്ടാവും. തൊട്ടുപുറത്ത് ഇങ്ങനെ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സൗദിയുടെ ബസ് നിൽക്കുന്നുണ്ടാവും. ആ ബസ്സിൽ നമ്മൾ കയറുന്നു. അതും സൗജന്യമാണ്, അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. മഹബസുൽ ജിന്ന ആണെങ്കിൽ അവിടെയും നമ്മുടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്ത് തന്നെ അടുത്ത സൗദിയുടെ ബസ് നിൽക്കുന്നുണ്ടാവും. നേരത്തെയുള്ള ഈ ബസ്സിൽ, അതായത് നമ്മുടെ ബിൽഡിംഗിൽ നിന്ന് ഖുദായിലേക്കോ ബിൽഡിംഗിൽ നിന്ന് മഹബസുൽ ജിന്നയിലേക്കോ പുറപ്പെടുന്ന ബസ്സിൽ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് നമ്മൾ കയറിയിട്ടുള്ള സമയത്തുള്ള ബസ്സിലോ അതിലെല്ലാവരും ഉണ്ടാവും. ഇന്ത്യക്കാരനുണ്ടാവും, പാകിസ്ഥാൻകാരനുണ്ടാവും, ചൈനക്കാരനുണ്ടാവും, അമേരിക്കക്കാരനുണ്ടാവും, ആഫ്രിക്കക്കാരനുണ്ടാവും, എല്ലാ നാട്ടിലുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ ഞാൻ 10 ആൾക്കാർ, വെളുത്ത ആൾക്കാർ, പല ആൾക്കാരും കാണുമ്പോൾ ഇങ്ങനെ കണ്ണുരുട്ടി ഓല നോക്കിയിട്ട് ഓല ഭാവചലനങ്ങളൊന്നും നോക്കാൻ കണ്ട തൽബിയത്ത് മനസ്സിൽ ഇങ്ങനെ ചെല്ലുക, പ്രാർത്ഥന ചെല്ലുക. കുറച്ച് സമയം കൂടിയ തൽബിയത്ത് ചെല്ലാൻ അവസരമുള്ളൂ. ഇൻഷാ അല്ലാഹ് ബസ് ഇങ്ങനെ പോയിട്ട് ഖുദായിക്ക് പോണ ബസ്സാണെങ്കിൽ ടവറിന്റെ താഴെ പോയി നിർത്തും, ക്ലോക്ക് ടവറിന്റെ താഴെ. മഹബസുൽ ജിന്നയിൽ നിന്ന് വരുന്ന ബസ്സാണെങ്കിൽ സഫയുടെയും മർവയുടെയും ഇടയിലുള്ള നഫക്കിന്റെ അവിടെ പോയിട്ട് നിർത്തും.
അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുന്നോട്ട് നടക്കുക. മഹബസുൽ ജിന്ന് വഴി വന്ന ആളുകളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബു സലാമിലൂടെ കയറാൻ പറ്റുമോ നോക്കുക. കാരണം അവർക്ക് സൗകര്യം ഉണ്ടാവും. ഇപ്പുറത്തൂടെ ടവർ വഴി വരുന്ന ആളുകളാണെങ്കിൽ നേരെ ഒന്നാമത്തെ വാതിലിന്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുക. എന്നിട്ട് ഒന്നാമത്തെ വാതിലിന്റെ അടുത്തൂടെ ഉമ്രക്കാരൊക്കെ അങ്ങനെ കടത്തി വിടുന്നുണ്ടാവും. എവിടെയാണോ നമുക്ക് കയറാൻ അവസരമുള്ളതെങ്കിൽ അവിടെ കയറുക. മസ്ജിദുൽ ഹറമിൽ എത്തുന്നത് വരേക്കും എന്ത് ചെയ്യാം, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. മസ്ജിദുൽ ഹറമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ പലതും കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, നേരെ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നു. കഅബാലയത്തിന്റെ ആദ്യത്തെ ദർശനം ഉണ്ടാവുന്നു. ആ സമയത്ത് അവിടെ കുറച്ച് സമയം നിന്ന് വളരെ സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാ തൽബിയത്ത് നിർത്തുകയും ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ ഇങ്ങനെ നിർവഹിക്കുകയും ചെയ്യാം. ആദ്യ കഅബ കാണുമ്പോൾ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന നിർവഹിക്കുക. പഠിച്ചവനെ ഇങ്ങനെ പ്രാർത്ഥന കബൂലാക്കുന്ന ആളാക്കണേ, മുസ്തജാബ് ദുആ ആക്കണേ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ലാഭമായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് കഴിയുമ്പോൾ ഞാൻ ഒരു ബോർഡ് കാണാം, ഇലാ സഹരിൽ മതാഫ്. മതാഫിലേക്ക്, മതാഫിന്റെ മുറ്റത്തേക്ക് ഞാൻ ബോർഡ് കാണാം. ഇൻഷാ അല്ലാഹ് മെല്ലെ ഇങ്ങനെ നടക്കുക. ഒരു ധൃതിയും കൂട്ടേണ്ട ആവശ്യമില്ല. മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോയിട്ട് കഅബാലയത്തിന്റെ ആ ഒരു മതാഫിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നു. മതാഫിന്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇങ്ങനെ ഓർക്കുക, ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. ഇഷ്ടംപോലെ ദൃഷ്ടാന്തങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കഅബാലയം. മസ്ജിദുൽ ഹറാമിൽ ഇഷ്ടംപോലെ ദൃഷ്ടാന്തങ്ങളാണ്. കഅബാലയത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു മനസ്സിലാക്കുക. കഅബാലയത്തിന് പ്രധാനമായും 4 മൂലകളാണുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മൂല എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂലയാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു മൂലയാണ് റുക്നുൽ ഷാമി, അല്ല റുക്നുൽ ഇറാഖി എന്ന് പറഞ്ഞ മൂല. അത് കഴിഞ്ഞ് തന്നെ റുക്നുൽ ഷാമി എന്ന അടുത്ത മൂല. അടുത്ത റുക്നുൽ യമാനി എന്ന് പറഞ്ഞ മൂല. കഅബാലയത്തിന്റെ വാതിൽ ശ്രദ്ധിക്കുക. കഅബാലയത്തിന്റെ വാതിലിന്റെയും ഹറം നമ്മുടെ ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള ഭാഗം മുൽത്തസം, ആ ഭാഗം ശ്രദ്ധിക്കുക. ആ കഅബാലയത്തിന്റെ വാതിലിന്റെ താഴെ വലതുവശത്തായിട്ട് മുസല്ല ജിബ്രീൽ എന്ന് പറഞ്ഞൊരു ഭാഗം, ആ തിരക്കിലൊന്നും കാണാൻ പോകരുത്. മഖാം ഇബ്രാഹിം അവിടെ കാണാം. തൊട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞ അർദ്ധവൃത്താകൃതിയിലുള്ള ഭാഗം കാണാം. അതിന്റെ നേരെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണപ്പാത്തി കാണാം. ഇൻഷാ അല്ലാഹ് ഈ സംഗതികളൊക്കെ കാണുക. അവിടെ പോയിട്ട് യഥാർത്ഥത്തിൽ കഅബാലയത്തിൽ തൊടുക എന്നുള്ളത് എന്താണോ അതിന്റെ വിധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തവാഫിന്റെ ഇടയിൽ കൂടെ അവിടെ പോയി തട്ടുണ്ടെങ്കിൽ പിന്നെ ആ തവാഫ് മടക്കേണ്ടി വരും എന്നുള്ള മസാലപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. പണ്ഡിതന്മാരുടെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ തവാഫ് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൽബിയത്ത് അവസാനിപ്പിച്ചു, ദുആ ചെയ്തു, ഇൻഷാ അല്ലാഹ് തവാഫ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഹജറുൽ അസ്വദ് നേരെ പോയി മുത്തി ചുംബിച്ചിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. പറ്റുമല്ലേ? പറ്റുമോ? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് ഇങ്ങനെ തിരക്കണത് കാണുന്നുണ്ടാകും. നല്ല ആകാര സൗഷ്ഠമുള്ള ആൾക്കാർ ഒരടി പോയിട്ട് അവിടെ തൊടാന്നുണ്ടെങ്കിൽ തൽക്കാലം നടക്കൂല. അപ്പൊ അതുകൊണ്ട് നേരെ ഹജറുൽ അസ്വദിന്റെ മൂല നോക്കുക. കഅബാലയത്തിൽ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ പ്രത്യേകമായി ഒരു ഡിസൈൻ കാണാം. അത് ഇങ്ങനെയുള്ള ഡിസൈനാണ്, ഒരു വൃത്താകൃതിയിലുള്ള ഡിസൈൻ മൂലയിൽ. അതേപോലെ തന്നെ നേരെ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ഒരു പച്ച ലൈറ്റും കാണാൻ പറ്റും. രാത്രിയാണ് നമ്മൾ പോകുന്നതൊക്കെ കാണാൻ പറ്റും. പകലാണെങ്കിൽ നല്ല വെളിച്ചമുള്ളതുകൊണ്ട് ആ പച്ച ലൈറ്റ് പക്ഷെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് ഇങ്ങനെ ദൂരെ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് നേരെ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് ഇങ്ങനെ 2 കൈ ഉയർത്തിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ കയ്യൊന്ന് ഇങ്ങനെ ചുംബിച്ചിട്ട് തവാഫ് ഇങ്ങനെ ആരംഭിക്കാൻ വേണ്ടി പോവാം. ഒരു പക്ഷേ വലതുവശത്തായിരിക്കും മഖാം ഇബ്രാഹിം, നല്ല തിരക്കാണെങ്കിൽ ഇടതുവശത്തായിരിക്കും മഖാം ഇബ്രാഹിം. നമ്മളിങ്ങനെ ആരംഭിക്കുകയാണ്. നമ്മൾ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് തവാഫ് ഇങ്ങനെ ആരംഭിച്ച് നേരെ മുന്നോട്ട് പോയി എന്താണോ ദിക്ർ ചൊല്ലേണ്ടത് എങ്കിൽ മുഴുവൻ ചൊല്ലുക. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഓർമ്മിക്കുക, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. ആ ഉത്തരം ലഭിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശത്തും ഒരു സ്ഥലത്തുമാണ് ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി
മുബാറക്കായി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. അല്ലാഹുവെ ഓർക്കാൻ, അല്ലാഹുവെ ഇബാദത്ത് ചെയ്യാനുള്ള ഈ സവിശേഷമായ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ആരംഭിച്ച് മുൽത്തസമൊക്കെ കണ്ടിങ്ങനെ പ്രാർത്ഥന നിർവഹിച്ച് റുക്കിന് അടുത്ത മൂലയിലേക്ക്, ഇറാഖി മൂലയിലേക്ക് എത്തുക. അവിടെ നിന്ന് ഹിജർ ഇസ്മായിൽ ഇങ്ങനെ ആരംഭിക്കുന്നുണ്ടാവും, ഇങ്ങനെ മുന്നോട്ട് നടക്കുക. ഹിജർ ഇസ്മായിലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നടന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തും റുക്കിൻ ഷാമി, നമ്മുടെ ഈജിപ്ത്, പലസ്തീന് ഒക്കെ ഉള്ള ഭാഗത്തേക്കുള്ള മൂലക്കാണ് റുക്കിൻ ഷാം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് വീണ്ടും വരുമ്പോ റുക്കിനുൽ യമാനിയുടെ മൂലയിലെത്തും, യമനിലേക്കുള്ള മൂലക്കാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറയട്ടെ. ഇൻഷാ അല്ലാഹ് റുക്ൻ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല വരെയുള്ള അവസാനത്തെ ഭാഗത്ത് തവാഫിൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. ആ പ്രാർത്ഥന ചെറിയ ഒരു പ്രാർത്ഥനയാണ് എങ്കിലും അത് ജാമ്യവും മാന്യവുമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാ കാര്യങ്ങളും ഇത് വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, നമുക്ക് അറിയുന്ന പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ കാര്യവുമാണ്, അത് ഇങ്ങനെയാണ്: റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ചെറിയ പ്രാർത്ഥന അല്ലേ? ഇൻഷാ അല്ലാഹ് ആ പ്രാർത്ഥന നിർവഹിച്ചു ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തി. ചിലപ്പോ 2 തവണ പ്രാർത്ഥിക്കാൻ സമയം കിട്ടും, കുറെ അപ്പുറത്താണെങ്കിൽ 3 തവണ 4 തവണ പ്രാർത്ഥിക്കാൻ സമയം കിട്ടും. ഏറ്റവും അടുത്ത ഭാഗത്തൂടെ തവാഫ് ചെയ്യണമെങ്കിലോ ഒറ്റ തവണ പ്രാർത്ഥിക്കുമ്പോഴേക്ക് ഹജറുൽ അസ്വദിന്റെ മൂലയിലെത്തി തവാഫിലെ ഒന്നാമത്തെ ചുറ്റ്. അങ്ങനെ രണ്ടാമത്തെ തവാഫും മൂന്നാമത്തെ തവാഫും 7 തവാഫും പൂർത്തിയാകുന്നു. ഞാൻ ഉംറയുടെ ഭാഗമായിട്ടുള്ള തവാഫ് അൽഹംദുലില്ലാ പൂർത്തിയാക്കിയിട്ട് നേരെ മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഖുർആനിലെ ആയത്ത് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു: വത്തഖദൂ മിൻ മഖാം ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കണം. ആ 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്ത് ഇങ്ങനെ നിസ്കരിച്ചിട്ട് അതിൽ ഒന്നാമത്തെ സുജൂദും രണ്ടാമത്തെ സുജൂദും ഒക്കെ കഴിഞ്ഞ് 4ാമത്തെ സുജൂദ് ഇങ്ങനെ മതാഫിൽ നെറ്റിത്തടം വെച്ച് നിൽക്കുമ്പോ പ്രാർത്ഥനയിൽ നിർഭരമായിട്ട് നിൽക്കുക. അല്ലാഹുവോട് പറയാ: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, മനസ്സിൽ ഇങ്ങനെ കരുതുക, ചൊല്ലണമെന്നില്ല. നീ എന്നെ വിളിപ്പിച്ചു, എനിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി, സാമ്പത്തികമായ സഹായം, ആരോഗ്യം, എല്ലാ കഴിവുകളും ഒക്കെ തന്നിട്ട് നീ വിളിപ്പിച്ചിട്ട് എന്നെ റബ്ബേ ഈ മഹത്തായ ഭവനത്തിന്റെ മുന്നിൽ നീ എന്നെ എത്തിച്ചല്ലോ. അൽഹംദുലില്ലാ, പടച്ചോനെ എന്നെ സ്വീകരിക്കണേ, എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത ഒരു സന്ദർഭം അനുഭവിച്ച് ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. കാബാലയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ണു നിറയെ കാണുക. അൽഹംദുലില്ലാ, അവിടുന്ന് മാറി നിന്നാൽ നമുക്ക് മാവ് സംസം കുടിക്കാനുള്ള സൗകര്യം ഇഷ്ടം പോലെ ലഭിക്കും. ഒരു 3-4 ക്യാനുകൾ ഒന്നിച്ചാണ് സംസം വെള്ളത്തിന്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ടാവുക. അതിനകത്ത് 3 എണ്ണം തണുത്തതും 1 എണ്ണം തണുക്കാത്തതും. തണുക്കാത്ത ബോട്ടിലിൽ ഗൈർ മുബറദ് എന്ന അറബിയിലും നോട്ട് കോൾഡ് എന്ന് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നല്ല ചൂടൊക്കെ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തണുക്കാത്ത വെള്ളം കുടിക്കുന്നതാണ് ഉചിതം. ഇനി മിക്സ് ചെയ്ത് കുടിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇഷ്ടം പോലെ കുടിക്കുക. മാവു സംസം എന്ന് നിയത്ത് ചെയ്തിട്ടാണ് സംസം വെള്ളം കുടിച്ചതെങ്കിൽ അത് നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരാൾ വിചാരിക്കണം ഇതിന്റെ രോഗമൊക്കെ പഠിച്ചവനെ ഈ സംസം വെള്ളം കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നീ മാറ്റി തരണേ എന്ന് നിയത്ത് ചെയ്തിട്ടാണെങ്കിൽ അൽഹംദുലില്ലാ കിട്ടും. വിശ്വസിച്ചിട്ട് വേണം കൊടുക്കാൻ. കൽബിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഇഷ്ടം പോലെ വെള്ളം കുടിച്ച്. പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മൂടിയിൽ ലേശം സംസം വെള്ളം കിട്ടിക്കണം. ഇഷ്ടം പോലെ കുടിച്ച് മതിയായി നോക്കുമ്പോൾ വീണ്ടും കുടിക്കും. കുറച്ച് വെള്ളം കിട്ടിയിട്ട് തലയിലൊക്കെ ഒന്ന് പരത്തി വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉംറയുടെ ഭാഗമായിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്ത് വന്നു, തവാഫ് പൂർത്തീകരിച്ചു, നിസ്കരിച്ചു, സംസം വെള്ളം കുടിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? സഅയിന് പുറപ്പെടുക. അപ്പൊ ഇങ്ങനെ അവിടെ ബോർഡുകൾ ഇങ്ങനെ കാണാം, പച്ച ബോർഡുകൾ. ഇലൽ മഖാം അല്ല സോറി ഇല മസ്അ അറബിയിൽ എഴുതിയിട്ടുണ്ടാവും. ടു സഅയി എന്നൊക്കെ ഇംഗ്ലീഷിലും ആ ബോർഡുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ടു മസ്അ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഒരു റാമ്പ് പോലുള്ള ഭാഗത്തൂടെ കടന്നു പോകാൻ വഴിയുണ്ട്, സ്റ്റെപ്പ് വഴി നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഏതാണ് എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയും നേരെ എവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു? സഫയിലേക്ക്.
അൽഹംദുലില്ലാഹ് സഫാ മലയിൽ ഇങ്ങനെ എത്തിച്ചേർന്നിട്ട് കുറച്ച് എവിടെയൊക്കെ മല നമ്മളെ കപ്പൂത്ത് ഇങ്ങനെ പോണ സമയത്ത് വലിയ മല കാണുന്നുണ്ടല്ലോ, പൊടികുത്തി മല, അതേ മറ്റേ മലയെന്നൊക്കെ വിചാരിച്ച് നോക്കി ആ മല ഒന്നും അവിടെ കാണാണ്ടാവില്ല. അവിടെ ചെറിയ മലയൊക്കെ കാണാം. അവിടെ ഇങ്ങനെ അതിന്റെ മേലെ ഒരു ഡോം ഉണ്ടാവും, ഒരു വൃത്തത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ഇങ്ങനെ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ യതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ സഫയും മർവയും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ വന്ന ആളുകൾ ഇതിൽ സഅയ് ചെയ്യണം എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ് കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമൊക്കെ കാണും. നമ്മളും അവിടെ നിന്ന് പ്രാർത്ഥന നിർവഹിച്ച് എന്റെ സഅയ് നീ എളുപ്പമാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് നടക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ നടന്നിട്ടേ പോവുക. അപൂർവമായിട്ട് വീൽചെയറുള്ള ആൾക്കാരൊക്കെ വീൽചെയറിൽ പോകാനുള്ള പ്രത്യേക ഒരു ട്രാക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സഅയ് ആരംഭിക്കുകയാണ്. കുറച്ചിങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ പച്ച ലൈറ്റുകൾ നീളത്തിൽ ഇങ്ങനെ വെച്ചത് കാണാം. പുരുഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ചെയ്യണം, ഓടണം, പെട്ടെന്ന് നടക്കണം. കാരണം അതിനാണ് സഫാ മർവയ്ക്കിടയിലുള്ള ഈ സഅയിന്റെ ഇടയിൽ നമ്മൾ ഓർക്കുന്നത് ഒരു മനോഹരമായ കെട്ടിടമാണ്. സഫാ മർവയുടെ ഇടയിലുള്ള ഈ മസ്ആ എന്ന കെട്ടിടം നല്ല തണുപ്പൊക്കെ കൂടിയാണ്. നല്ല ഉത്സാഹമായിട്ടുള്ള തണുത്ത സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പഠിച്ചാൽ എന്താ പിന്നെ ഈ കാട്ടുന്നത് എന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഹാജർ റളിയല്ലാഹു അൻഹായെ, അവിടുത്തെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഓർത്തുകൊണ്ട് ഹാജർ ഓടിയ ഓട്ടത്തിന്റെ ഒരു പ്രതിഫലനം പോലെ ഞാനിതാ ഓടണമെന്നൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഓടി. ഇൻഷാ അല്ലാഹ് 450 മീറ്റർ നടന്നാൽ മർവയിൽ എത്തിച്ചേരും. ഒന്നാമത്തെ സഅയ് പൂർത്തിയാവും. എന്നിട്ട് അവിടെ ഒരു മറവയുടെ ചെറിയൊരു മലയുടെ ഭാഗമൊക്കെ കാണാം. ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായ വടമൊക്കെ കെട്ടിയിട്ട് കയറാനൊന്നും അനുവദിക്കൂല. അഥവാ കയറാൻ അനുവദിക്കണമെങ്കിൽ അവിടെ കയറിയും കുഴപ്പമില്ല. അങ്ങനെ സഫയിൽ നിന്ന് മറവയിലേക്ക് ഒന്നാമത്തെ സഅയ്, മറവയിൽ നിന്ന് തിരിച്ച് സഫയിലേക്ക് വരുമ്പോ രണ്ടാമത്തെ സഅയ്. അങ്ങനെ സഫയിൽ തുടങ്ങി മറവയിൽ അവസാനിക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 സഅയും പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി ഇനി നമുക്ക് ഉംറയുടെ കർമ്മത്തിൽ ബാക്കിയുള്ളത് എന്താണ്? മുടി നീക്കുക എന്ന കർമ്മമാണ്. അവിടെ മുടി മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ കിട്ടും. മുടി മുറിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ കൂടി അതുവരെ മറച്ചു വെച്ച അവറത്തൊക്കെ പുറത്തിട്ടിട്ട് ഒരു ഭയങ്കര കത്രികകൾ മുറിക്കൊന്നും തയ്യാറാവരുത്. അങ്ങനെ റൂമിൽ പോയിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരാൾക്ക് ഹൽക്ക ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ട്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതിങ്ങനെയാണ്, അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ, മുടി മുൻപ് ചെയ്ത ആളുകൾക്ക് നീ അനുഗ്രഹം നൽകണമേ അല്ലാഹുവേ. സഹാബത്ത് അവിടെ ഇങ്ങനെ ചോദിക്കും, വെട്ടിയവർക്കുണ്ടോന്ന്. അതാണ് റസൂൽ രണ്ടാമതും മൂന്നാമതും ഒക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ എന്നാണ്. നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വൽ മുഖസ്സിരീൻ, വെട്ടിയവർക്കുണ്ട്. അപ്പൊ വെട്ടാണോ കളയാണോ വേണ്ട തീരുമാനിക്കുക. പുരുഷന്മാർക്കാണ് ഈ കളയേണ്ട കാര്യമുള്ളത്, സ്ത്രീകൾക്ക് കളയില്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതും കൂടി പൂർത്തിയാകുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് ഉംറയിൽ നമ്മൾ പൂർത്തിയായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തവാഫിന്റെ ഇടയില് സഅയിന്റെ ഇടയിലൊക്കെ കൂടി നമ്മുടെ ഒപ്പമുള്ള ആളുകൾ ഒരു പക്ഷേ കാണാതായേക്കാം. തിരക്കുകളിൽപ്പെട്ട് കാണാതായിട്ടുണ്ടെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? റബ്ബനാ ലക തവക്കൽനാ, പടച്ചോനെ നിന്നെ ഞാൻ തവക്കുലാക്കി നിയ്യത്ത് ചെയ്തിട്ട് നമ്മുടെ കർമ്മം പൂർത്തിയാക്കാം. ഓനെ നോക്കാൻ വേണ്ടി പോയിട്ട് ബാക്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ നമുക്ക് ചെറിയ വന്നേക്കാം. ഒരു വിഷമം വിചാരിക്കരുത്. അൽഹംദുലില്ലാഹ് വെച്ചിട്ട് നമ്മുടെ പണി നമ്മൾ പൂർത്തിയാക്കാം. ഓരോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. നമ്മളായിട്ട് മറ്റുള്ളവരെ ചവിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തിരക്കാൻ വേണ്ടിയിട്ടൊന്നും പോകരുത്. കാരണം ഒരാളെ അവിടെ നിന്ന് എന്തെങ്കിലും നമ്മളായിട്ട് പ്രയാസപ്പെടുത്തുക എന്നുള്ളത് വലിയ തെറ്റാണ്. നമ്മളാരെങ്കിലും പ്രയാസപ്പെടുത്തിയ അൽഹംദുലില്ലാഹ് എനിക്ക് കൂലി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിയ്യത്ത് എടുത്താണ് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ തവാഫ് കഴിഞ്ഞു, സഅയ് കഴിഞ്ഞു, മുടി മുറിക്കൽ കഴിഞ്ഞു. ഇനി മുടി എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നേരെ ക്ലോക്ക് ടവറിലെ ബിൽഡിങ്ങിലേക്ക് പോവുക. നമ്മൾ ഈ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് തലയിൽ മുടി ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാനും വിളിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഫാജിറിയാലെന്നും ഹംസറിയാലെന്നും അശറിയാലെന്നും ദസ്റിയാലെന്നും ഒക്കെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുവരാൻ ആളുണ്ടാവും. എന്നിട്ട് നേരെ ഇൻഷാ അല്ലാഹ് പോയിട്ട് മുടി എടുത്ത് വളരെ സന്തോഷമായി അൽഹംദുലില്ലാഹ് നമ്മുടെ ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയായി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങനെയാണോ വന്നത് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോവാം. എങ്ങനെയാണോ വന്നത്? ആദ്യം
നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ബസ്സിലാണ്, പിന്നെ സൗദിയുടെ ബസ്സിലാണ്. തിരിച്ചു വരുമ്പോൾ ആദ്യം സൗദിയുടെ ബസ്സിൽ പോകുന്നു, പിന്നെ ഇന്ത്യയുടെ ബസ്സിൽ പോകുന്നു. ആ ബസ് പോയിട്ട് നേരത്തെ കയറിയിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തും. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് മുടി മുറിക്കാനുള്ള ആൾക്കാർക്ക് ആ പൈസ ഒക്കെ കൊടുത്ത് അൽഹംദുലില്ലാഹ് നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചെത്തി ഒന്നുങ്ങൾ കുളിച്ചിട്ട് സാധാ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് ഇരിക്കുമ്പോ വീണ്ടും പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഹജ്ജിലേക്ക് എങ്ങനെ പോകാന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് പറയാം. നമ്മുടെ അതികളുടെ കൂട്ടത്തിൽ ബഹുമാന്യനായ MLA പള്ളിക്കുന്ന് MLA നമ്മുടെ ആട്ടേരെ കൂടിയായിട്ടുള്ള അമീർ സാർ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് അഭിവാദ്യമൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് സംസാരിക്കും. കേരള നിയമസഭാ സാമാജികരും പള്ളിക്കുന്ന് നിയോജക മണ്ഡലം MLA-യും നമ്മുടെ ക്ലാസ് നടത്തുന്ന സൗകര്യം ചെയ്തിരുന്ന DMSD കോളേജിന്റെ വൈസ് ചെയർമാനുമായ നമ്മുടെ നാട്ടുകാരനുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA അദ്ദേഹത്തിന്റെ മഹത്തായ വേദിയിലേക്ക് പ്രിയപ്പെട്ട ഹാജിമാർക്ക് ആശംസ പ്രഭാഷണം നിർവഹിക്കുന്നതായി അദ്ദേഹത്തെ ആദരവോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ക്ലാസ് തടസ്സപ്പെടുത്തി പ്രസംഗം നടത്താന്ന് പറഞ്ഞാൽ അതല്ലേ ഒരു ഗുരുതരമായ തെറ്റാണ്. ഞാൻ 10 മണിക്ക് ഇവിടെ ഉണ്ട്, എത്തിക്കാരുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നെ മുഹമ്മദായി കഴിഞ്ഞ പ്രാവശ്യം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ്, വരാൻ പറ്റിയില്ല. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഞാൻ എല്ലാ ഹജ്ജ് ക്ലാസ്സിലും പങ്കെടുക്കാറുണ്ട്. അവിടെയും ഇതുപോലെ ഒരു 2-3 കേന്ദ്രങ്ങളിൽ പലപ്പോഴായിട്ട് പരിശുദ്ധ ഹജ്ജ് ഉംറയുമൊക്കെ സ്വീകരിച്ചാൽ അവസരം കിട്ടിയ ആൾക്കാരെ അഭിസംബോധന ചെയ്യാം, പരസ്പരം ദുആ സിദ്ധി ചെയ്യാതെ പറഞ്ഞ നല്ല കാര്യമാണ്. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഞാൻ നിർവഹിക്കൂ. ഞാൻ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പ്രസംഗമല്ല ഇവിടെ ആവശ്യം. നിങ്ങൾ ഹജ്ജിന് പുറപ്പെടണം, അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ അറിയാം, അത് നല്ല രീതിയിൽ നിർവഹിച്ചു പോവുക. അതിനാവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഹജ്ജിന് അനുമതി ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ. അത് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പഴയ നേരത്തെ പല കടമ്പകളും നമുക്കുണ്ടായിരുന്നു. എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോട് നഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും വളരെ പ്രയാസപ്പെട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടായിരുന്നു ഹജ്ജിന് വേണ്ടി പോയിരുന്നത്. ചാർജിലൊക്കെ വർധനമുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം മുതൽ. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് മെമ്പർമാർ, നിങ്ങൾക്കറിയാലോ, നമ്മുടെ പാർലമെന്റ് മെമ്പർമാർ ഇപ്പോൾ കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ റെപ്രസെന്റ് ചെയ്യുന്ന MP-മാരുണ്ട്. അത് UT മുഹമ്മദ് ബഷീർ സാഹിബാണെങ്കിലും സമദാനിയാണെങ്കിലും PV അബ്ദുൽ വഹാബാണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റിയുമായി സഹകരിച്ച് ഹജ്ജ് കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. എംബാർക്കേഷൻ പോയിന്റ് തിരിച്ചു കിട്ടി. നമുക്ക് ഈ കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്ന വിമാനത്താവളം തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, ഒഴിക്കുന്ന നിയമസഭാ മണ്ഡലത്തിലാണ്. അപ്പൊ ആ എംബാർക്കേഷൻ പോയിന്റ് തന്നെ നമുക്ക് നഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന പ്രതീതിയായിരുന്നു കോഴിക്കോട് നാവ്. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു പ്രതീതിയാണ്. പിന്നെ മാത്രമല്ല, അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെന്ന് കൊടുത്താൽ മതി. ഒരു യന്ത്രം കണക്ക് നമ്മളെ ഫ്ലൈറ്റിലേക്ക് എത്തിക്കുന്നത് വരെ, ഈ ഫ്ലൈറ്റിൽ തിരിച്ചു വന്ന് വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ ഭംഗിയായി വളരെ നിർവഹിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാധാന്യമായിട്ടുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് അറിയാനിട്ടല്ല, എന്നിരുന്നാലും നമ്മൾ ഹജ്ജിന് പോവാണ്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമയം വരെ സംസാരിച്ചിരുന്നത്.
കേട്ടാലും നമുക്ക് ബാക്കിയാവില്ല. അത്രമാത്രം വളരെ നല്ല രീതിയിൽ നിങ്ങൾ ട്രെയിനർമാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഹജ്ജും ഉംറയും വളരെ ഭംഗിയായി നിർവഹിച്ച് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഫിയത്തും ആരോഗ്യവും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ. ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന പല സ്ഥലങ്ങളും നിങ്ങൾ പോകണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ സമുദായത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇന്നത്തെ രാജ്യത്തെ സ്ഫോടനാത്മകമായിട്ടൊരു അന്തരീക്ഷം അവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയാശങ്കകളോടുകൂടിയാണ് നമ്മുടെ ദിനരാത്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കിവിടെ ജീവിക്കണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന തലമുറ, അവർക്കൊക്കെ നമ്മുടെ ചിന്തയോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളതിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ദുആ ചെയ്യും. ഞാൻ പറഞ്ഞ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നുണ്ട്. അത് നിങ്ങൾ ഭംഗിയായി നിർവഹിക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി പറഞ്ഞല്ലോ, ഈ പരിശുദ്ധ ഹജ്ജും ഉംറയൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട വസിയത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സ്ഥാപനം പുറപ്പെട്ട് ഉംറയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ റൂമിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങാം. ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് സുബൈക്ക് പോകുന്നതിന്റെ ശേഷം വരെ ഹർമ്മത്തന്നെ നിൽക്കാൻ തീരുമാനിച്ചാൽ ഒരാൾ തീരുമാനിച്ചാൽ എനിക്ക് ഭയങ്കര ചൂടാണ്, എന്നോട് പോകാനൊന്നും വയ്യ, ഞാൻ റൂമിൽ തന്നെ ആരും നമ്മളെ നിർബന്ധിച്ച് അവിടെ പിടിച്ചോണ്ടോണ പ്രശ്നമില്ല. ഫുൾ സ്വാതന്ത്ര്യം നമുക്കുണ്ടാവും. ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു നിമിഷം പോലും പാഴാക്കാതെ മസ്ജിദുൽ ഹറം ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലം അസീസിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹറമിന്റെ ചുറ്റളവിൽപ്പെട്ട സ്ഥലമാണ്. അതിന്റെ എല്ലാവിധ നന്മകളും പാലിക്കുന്നു. നമ്മളുള്ളത് അസീസിയിലാണെങ്കിൽ പഠിച്ചാൽ ഞാന് തൊട്ടടുത്തുള്ള സ്ഥലത്തല്ലല്ലോ, അജിയാദിലല്ലല്ലോ, അല്ലെങ്കിൽ ഞാന് തൊട്ടടുത്തുള്ള വേറെ ഏതെങ്കിലും അവിടെ മിസ്തല പോലുള്ള സ്ഥലത്തല്ലല്ലോ, കുറെ ദൂരല്ലേ എന്നൊന്നുമല്ല വിചാരിക്കുന്നത്. ഹറമിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അപ്പൊ അതിന്റെ പവിത്രത ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസങ്ങളൊക്കെ അവിടെ ചെലവഴിക്കുന്നു. രാവിലെ പോകുന്നു, പറ്റുകയാണെങ്കിൽ സുബൈക്ക് പോയി കഴിഞ്ഞാൽ സുബൈ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു ദുഹറിനൊക്കെ പോയി അല്ലെങ്കിൽ അസറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ വരെ പരമാവധി നിൽക്കാനുള്ള സമയം ഉപയോഗപ്പെടുത്തുകയും ഹറമിൽ ഒരു നിസ്കാരത്തിന് കൂലി എത്ര? 1,00,000. ഒരു ദിക്റിന് 1,00,000. ഒന്ന് തവാഫ് ചെയ്താല് അവിടെ മാത്രം ചെയ്യാൻ പറ്റിയ പണിയാണ് തവാഫ്. ഇഷ്ടംപോലെ തവാഫ് അധികരിപ്പിക്കുക. ഈ മത്താഫ് തവാഫിന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് നിർബന്ധമാണ്. ഇഹ്റാമിന്റെ ഡ്രസ്സ് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഡ്രസ്സിൽ പോയിട്ട് അല്ലാത്തവർക്ക് മസ്ജിദിലൂടെ തവാഫ് ചെയ്യുകയും പരമാവധി ആ സമയം ഉപയോഗപ്പെടുത്തുകയും മസ്ജിദുൽ ഹറമിന്റെ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സോ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട്, പ്രത്യേകിച്ച് നമ്മളെ ഈ ഒരു ടിഫിൻ പോലുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊണ്ടുപോയാൽ നല്ലതാണ്. പ്ലാസ്റ്റിക്കിന്റെ നല്ല കണ്ടെയ്നർ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ചില സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വലിയ ബാഗൊക്കെ ആണെങ്കിൽ ഹറമിലേക്ക് പ്രവേശിപ്പിക്കുക. അതുകൊണ്ട് ചെറിയ ഹാൻഡ് ബാഗ്, തോൾ സഞ്ചി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുക. ഒരു ബാഗ് നേരത്തെ ഹജ്ജ് കമ്മിറ്റി നൽകിയിരുന്നു, ഈ കഴിഞ്ഞ വർഷമൊന്നും അത് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു സേഫ് ബാഗ് ഒക്കെ ഉണ്ടായാൽ നല്ലത്. നമ്മൾ ചെരുപ്പ് സാധനങ്ങളൊക്കെ അതിലിടാം. ചെരുപ്പൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെന്ന് നോക്കുമ്പോൾ ആ സ്ഥലം അവിടെ കാണില്ല.
ചെരുപ്പോടെ കാണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിയുന്നു. ഹജ്ജിലേക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തുകൊണ്ട് വരികയാണ്. ദുൽഹജ്ജ് ഒന്നൊക്കെ കൂടി ഇങ്ങനെ കാണുന്ന മാസമൊക്കെ കണ്ട ദിവസമൊക്കെ കൂടി പ്രഖ്യാപിച്ചാൽ അറിയാതെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഇങ്ങനെ കടന്നു വരും. ദുൽഹജ്ജ് 1 ആയി 2 ആയി 3 ഒക്കെ ആയി നിൽക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അതിങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹജ്ജിൽ ഒരു 3ഓ 4ഓ ഒക്കെ ആ ദിവസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് എത്തിച്ചേരും. അന്നത്തെ വെള്ളിയാഴ്ച അതിരാവിലെ തന്നെ പുറപ്പെടണം. 6 മണിയാകുമ്പോഴേക്ക് ബസ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മസ്ജിദുൽ ഹറമിൽ ഇങ്ങനെ എത്തിച്ചേർന്ന് വെള്ളിയാഴ്ച ദുൽഹജ്ജിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദുഹറിന്റെ സമയമാകുന്നു, ജുമയുടെ സമയമാകുന്നു. ഇമാം ഇങ്ങനെ ആ മിമ്പറിലേക്ക് ഇങ്ങനെ കയറി നിന്നിട്ട് വിളിച്ചു പറയുന്ന മനോഹരമായ ഒരു വാക്ക് പ്രകാരമാണ് അസ്സലാമു അലൈക യാ ഹുജ്ജാജ ബൈത്തില്ലാഹ്. ഈ ഭവനം അല്ലാഹുവിന്റെ ഭവനത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഈ വിളിയാളം കിട്ടി വന്നതിൽ സന്തോഷം. നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സലാമൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ആ ജുമുഅയൊക്കെ കഴിഞ്ഞ ഒരു അസറിന്റെ നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പെട്ടെന്ന് ഇറങ്ങിയാൽ പോരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ തിരിച്ച് മെല്ലെ മെല്ലെ വരുമ്പോ ആലോചിക്കേണ്ടത്, പഠിച്ചവനെ നീ എന്നെ ഹജ്ജിന് വിളിപ്പിച്ചു, ഉംറ ചെയ്യാൻ എനിക്ക് അവസരം തന്നു, ഞാൻ ഉംറയിൽ നിന്നൊക്കെ താലൂലായി സന്തോഷത്തോടു കൂടി ദിവസം ചെലവഴിച്ചു. ഒരു ദുൽഹജ്ജ് 7 ഒക്കെ ആകുന്നതോടുകൂടി ഒരു 5 ഒക്കെ ആവുന്നതോടുകൂടി തന്നെ ബസ് സർവീസ് നിൽക്കും. നല്ല തിരക്കായിരിക്കും, അങ്ങോട്ട് ബസ് സർവീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ദിവസം നമ്മുടെ റൂമില് തൊട്ടടുത്ത മസ്ജിദിലെ കൂടി ചെലവഴിക്കുകയും ദുൽഹജ്ജ് 5, 6, 7 ഒക്കെ ആകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദിവസം. അന്ന് നമ്മൾ വീണ്ടും ചില സാധനങ്ങളൊക്കെ എടുക്കുന്നു, ആ ചെറിയ തുണിസഞ്ചി എടുക്കുന്നു, അതിലേക്ക് ഒരു പുതപ്പെടുക്കുന്നു, ഒരു ബെഡ്ഷീറ്റ്, കുറച്ച് ഭക്ഷണങ്ങൾ, അത്യാവശ്യമുള്ള വസ്ത്രം, സാധനങ്ങളൊക്കെ കൂടി എടുത്ത് നമ്മളിങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. തയ്യാറായില്ലേ? നിങ്ങൾക്കൊപ്പം പോയില്ലേ? ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുന്നു. നമ്മളോട് സാധനങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഒക്കെ നമ്മുടെ വോളണ്ടിയർമാരൊക്കെ നൽകും. എന്നിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അങ്ങനെ ദുൽഹജ്ജ് 7 രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട സമയം ഇന്നതാണ് എന്നുള്ള അനൗൺസ്മെന്റ് വരുന്നു. ആ വരുന്ന സമയത്ത് നമ്മളെ ബിൽഡിങ്ങിന്റെ താഴെ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അടുത്ത ഒരു നിയ്യത്ത്, ഇഹ്റാമിന്റെ നിയ്യത്ത്, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള നിയ്യത്ത് നമ്മൾ അവിടെ നടത്താണ്. നവൈതുൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല ലബൈക അല്ലാഹുമ്മ ബിഹജ്ജതിൽ ലബൈക്. റൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിൽ നിന്ന് നിയ്യത്ത് ചെയ്യുന്നു. മീഖാത്തിൽ പോവുക എന്നുള്ളത് സൗകര്യപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവ് നിർബന്ധമായിട്ട് നമ്മൾ നടത്തുന്നത്. അതിന്റെ മസലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അതൊന്നും നമ്മൾ ഹജ്ജിനെ പറ്റിയുള്ള ക്ലാസ്സിൽ പറയുന്നില്ല. നമ്മൾ ആ 7 രാത്രിയോ അല്ലെങ്കിൽ 8 പുലർച്ചെ ഒക്കെ ആയിട്ട് ഹജ്ജിന് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു. ചെറിയ ലഗേജ് ബാഗ് നമ്മൾ എടുക്കുന്നു. വലിയ ബാഗുകൾ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മിനയിൽ അത് വെക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വീണ്ടും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ, എപ്പോഴാണോ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞത് അപ്പോഴേ ഇറങ്ങാവുള്ളൂ. 9 മണിക്ക് ബസ് എന്ന് പറഞ്ഞാൽ 8:30 അവിടെ അങ്ങനെ വന്നിട്ട് ബസ് അവിടെ എന്ന് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. സുബാന ബസ് അവിടെ ഇവര് നമ്മളെ പറ്റിച്ചേർന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്ഷമിക്കുക തന്നെ മാറുള്ളൂ. എപ്പോഴാണ് ഇറങ്ങാൻ പറഞ്ഞത് അപ്പോഴേ ഇറങ്ങേണ്ടത്. എന്നാൽ തന്നെ കുറെ സമയം കാത്തിരിക്കേണ്ടത്, മണിക്കൂറുകൾ കാത്തിരുന്നിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മളെ ബസ്സിൽ പ്രവേശിപ്പിച്ച് നമ്മുടെ കാർഡ് പരിശോധിച്ച്, അതിന് മുമ്പ് നുസ്ഖ കാർഡ് കിട്ടും. ഇവിടെ പോകുമ്പോൾ തന്നെ പലതരത്തിലുള്ള മാല നമുക്ക് കിട്ടും, വളമൊക്കെ കൂടി കിട്ടും. ഒരു സ്റ്റീലിന്റെ വള ഈ കയ്യുമ്മിലും വേറെ റിസ്റ്റ് ബാൻഡും ഒക്കെ കൂടി ഇട്ട് കുറെ മാലയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മളെ പരിശോധിച്ച് ഈ മുഖത്തിന്റെ കീഴിലുള്ള ആളാണ് നുസ്ഖ കാർഡൊക്കെ പരിശോധിച്ച് ബസ്സിലേക്ക് പ്രവേശിപ്പിച്ച് ബസ്സൊക്കെ സീൽ ചെയ്തിട്ട് രക്ഷപ്പെടുള്ളൂ. ചിലപ്പോൾ 40 ആള് 42 ആളൊക്കെയാണ് ബസ്സിൽ പ്രവേശിപ്പിക്കുക. സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സിൽ കയറാവുള്ളൂ. അഥവാ സീറ്റ് ഇല്ലാത്തെങ്കിൽ ഞാൻ സീറ്റിൽ പോന്നോളാം, നേരം വൈകൂല, നമ്മളെല്ലാവരും എത്തിക്കും, ഒരു സംശയമില്ല. സീറ്റ് ഇല്ലാത്ത ബസ്സിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ പെട്ടെന്നായിരിക്കും കുറെ നിൽക്കും. പിന്നെ വിചാരിച്ചു നോക്കിയിട്ട് കാര്യം വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. ഞാൻ അങ്ങനത്തെ രാജ്യത്തിന്റെ എല്ലാവരും കൂടി ഇരുന്ന് മണിക്കൂർ കഴിയുന്നു, പിന്നെയും കഴിയുന്നു. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റൊരാൾ കിടന്ന് ഉറങ്ങുന്നു. ആകെ പ്രയാസപ്പെട്ടാണ് മിനയിലേക്ക് എത്തുക. ഇൻഷാ അല്ലാഹ് നമ്മൾ മിനയിൽ എത്തിച്ചേരുന്നു. ഇന്ന് ദുൽഹജ്ജ് 8 നമ്മൾ മിനയിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ട് ടെന്റിനകത്തേക്ക് ഓരോ ആൾക്കാരും കയറേണ്ടത് ഇന്ന ടെന്റിലാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ മുഖത്തിന്റെ നമ്പറിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെ എത്തിയാൽ
നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൊക്കേഷനൊക്കെ നമ്മളെ ബന്ധപ്പെട്ട ആളിലേക്ക് നെറ്റൊക്കെ ഉപയോഗിച്ച് വിടുക. നമുക്ക് പിന്നീടൊക്കെ കൂടി അത് സൗകര്യമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, മീനയുടെ മണ്ണിൽ ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലാഹുവേ നീ എന്നെ മീനയുടെ മണ്ണിലേക്ക് എത്തിച്ചു. ലക്ഷോപലക്ഷം പ്രവാചകന്മാർ വന്നു പോയിട്ടുള്ള സ്ഥലമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ ബലിയർപ്പിച്ച ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹജ്ജത്തുൽ വിദാഇൽ എത്തിയിട്ടുള്ളതും ഈ സ്ഥലത്താണ്. ഞാൻ എവിടെയാണ് എത്തിയെന്ന് തീരുമാനിച്ച ആ സ്ഥലം മനസ്സിലാക്കി, ടെന്റിന്റെ നമ്പറൊക്കെ മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് അവിടെ അങ്ങനെ വിശ്രമിക്കുന്നു. കുറച്ച് സമയം വിശ്രമിക്കുമ്പോഴേക്ക് രാത്രിയാകുന്നു. മീനയെ ഇഷ്ടപ്പെട്ട് തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് വളരെ സന്തോഷത്തോടു കൂടി കിട്ടിയ സ്ഥലത്ത് ഒരു സാധനം കൂടെ വിരിച്ചിട്ട് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് അങ്ങനെ കിടക്കുക. തൽബിയത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കാൻ തർക്കങ്ങൾ കണ്ണിയാകാതിരിക്കുക, അവനവന്റെ നിയ്യത്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഇഷ്ടം പോലെ നിൽക്കുന്നു. ദുൽഹജ്ജ് 8 രാത്രിയാകണോ, ഒരു 9 മണി 9:30 10 മണി 11 മണിക്കാളോടുകൂടി മുതവ്വിഫിന്റെ ആൾക്കാർ വന്നിട്ട് അങ്ങനെ വിളിക്കാൻ തുടങ്ങും. നമ്മൾ ട്രെയിനാണ് പോകുന്നത് എങ്കിൽ ട്രെയിനിലേക്ക് നയിക്കും. കുറേ മണിക്കൂറുകൾക്ക് വരെ നിന്നിട്ടാണ് ട്രെയിൻ നമ്മൾ കയറുക. കയറി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 9 മിനിറ്റ് കൊണ്ട് മീനയിൽ നമ്മൾ അറഫയിലെത്തും. കയറാൻ 4 മണിക്കൂർ 3 മണിക്കൂർ വരെ നിൽക്കേണ്ടവർ. ബസ്സിലാണെങ്കിൽ ഒരു പക്ഷേ മണിക്കൂർ കണക്കിന് മെല്ലെ 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 അങ്ങനെ യാത്ര ചെയ്യണു. ഇവിടൊക്കെ നമ്മുടെ ഓർമ്മയിൽ എല്ലാവരും ഒരേ ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹജ്ജ് 9 രാവിലെ ആയി. ചിലപ്പോൾ ഉച്ചക്ക് മുമ്പൊക്കെ പോയിട്ട് എവിടെ എത്തും? നമ്മൾ അറഫയുടെ മണ്ണിൽ എത്തിച്ചേരും. അൽഹംദുലില്ലാഹ് അത്യാവശ്യം സൗകര്യമുള്ള ടെന്റിൽ നമ്മളെ പ്രവേശിപ്പിച്ച് ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ ലഭിച്ച് നമുക്ക് ഇഷ്ടമുള്ള കഴിച്ചാൽ മതി, അല്ലാത്ത കഴിക്കരുത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അസീറാന്നൊക്കെ ഇങ്ങനെ കിട്ടും. വെള്ളം ഒരു ബോട്ടിൽ വിടുന്ന ഒരു ബോട്ടിലുള്ള തരും, ഒരു കാർട്ടൂൺ വെള്ളം തരും. അസീറാത്തിന് ജ്യൂസുകളൊക്കെ ഒരു കാർട്ടൂൺ നട്ട് 18 പാക്കറ്റുള്ളൂ. അതൊക്കെ കൂടി കിട്ടി. ചില നോക്കുമ്പോഴുണ്ടാവും നമ്മളെ പഠിച്ചനെ ഇവിടെ എന്തെങ്കിലും തൊഴിലാളികൾ ഏറ്റുന്ന ആൾക്കാരുണ്ടോ നമ്മൾ തോന്നുന്നു. ഓരോരുത്തരും ഇങ്ങനെ ഈ കാർട്ടൂൺ ഏറ്റിട്ട് അങ്ങോട്ട് നടക്കണേ ഇങ്ങോട്ട് നടക്കണേ. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെന്റിൽ കുടിപ്പിക്കാൻ വിചാരിച്ചാൽ പോകണം. ഇതൊന്നും ആവശ്യമില്ല, ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ കുടിക്കുന്നു, വെള്ളം കിട്ടുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സും കിട്ടും, ചിലപ്പോൾ ഐസ്ക്രീമും കിട്ടും, ഒക്കെ കിട്ടും. കിട്ടിയാൽ അൽഹംദുലില്ല, കിട്ടിയിട്ടില്ലെങ്കിലോ അപ്പോഴും അൽഹംദുലില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്ന് അറഫയിലാണ്, ഇന്ന് ദുൽഹജ്ജ് 9. ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കേണ്ട സന്ദർഭം ആരംഭിക്കുകയാണ്. ദുഹറിന്റെ സമയമാകണം. മസ്ജിദ് നബവിയിൽ നിന്ന് ബാങ്ക് കേൾക്കാം, അവിടെ നിന്ന് ഖുതുബ കേൾക്കാം. പറ്റുന്നവര് പോവുക, എല്ലാവരും പോയിക്കൊള്ളുന്നില്ല. കാരണം തിരിച്ചു വരാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോയാൽ അൽഹംദുലില്ലാഹ് നല്ലത്. അന്ന് ഇങ്ങനെ ഇഹ്റാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് തലയിൽ തൊപ്പിയുണ്ടാവില്ല, നൽകട്ടെ ഒന്നുമില്ലാത്ത ഒരു ഇമാമ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മുഅ്മിനീങ്ങളെ, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം നിർവഹിക്കുന്നു. നമ്മൾ ഓർക്കുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദാഇൽ നിർവഹിച്ചിട്ടുള്ള ഖുതുബത്തുൽ വിദാഇന്റെ ഓർമ്മലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസംഗം നടത്തിയിട്ടുള്ള ദിവസമാണല്ലോ അല്ലാഹുവേ. ഇന്നത്തെ ദിവസം ദുൽഹജ്ജ് 9. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് ഓർമ്മകൾ ഇങ്ങനെ തരയടിച്ചു വരുന്ന ദിവസം ദുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം ആ അറഫയുടെ മണ്ണിൽ ചെലവഴിക്കുകയും ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കുകയും പൊറുപ്പിക്കാനുള്ളത് മുഴുവൻ പൊറുപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ മാതാവ് എന്നെ പ്രസവിച്ച ദിവസം ഞാൻ എത്രമേൽ ശുദ്ധനായിട്ടാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, അതുപോലുള്ള ഒരു ദിവസം എനിക്ക് ആക്കി തീർക്കണേ അല്ലാ എന്ന് മുഴുവൻ ചോദിച്ച് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് ആവശ്യങ്ങളെല്ലാം ചോദിച്ച് ബന്ധപ്പെട്ടവർക്കും നമുക്കും നമ്മോട് വസിയത്ത് ചെയ്ത എല്ലാവർക്കുമുള്ള ദുആ നിർവഹിച്ചുകൊണ്ട് അന്നത്തെ മഗ്രിബിന്റെ സമയമാകുമ്പോ വീണ്ടും മുത്തവ്വിഫിന്റെ ആളുകൾ നമ്മുടെ ബന്ധപ്പെട്ടവർ പറയും അറഫയിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ട് മടങ്ങും? മുസ്ദലിഫയിലേക്ക് മടങ്ങും. വല്ലാത്ത ഒരു അത്ഭുതകരമായ സംഭവമാണ്. ഇഹ്റാമിന്റെ നിയ്യത്തേത് തൽബിയത്ത് ചൊല്ലി
ദുൽഹജ്ജ് 8 മുതൽ 8 രാത്രി മുതൽ 9 രാവിലെ നേരെ അറഫയിലേക്ക് നടന്ന ആളുകൾ അന്നത്തെ വൈകുന്നേരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ എന്നെ നീ മഹത്തായ ഈ സ്ഥലത്ത് കൊണ്ട് ഈ അറഫയിൽ നിർത്തിയല്ലോ, എന്റെ ഹജ്ജ് കബൂലാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ വിമാനത്തിലെ ഹെലികോപ്റ്ററിലൊക്കെ ആളുകളെ കൊണ്ടുവരുന്നത് കാണാം. എയർ ആംബുലൻസിൽ സുഖമില്ലാത്ത ആൾക്കാരെ ഇഹ്റാം ചെയ്യിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് നീയത്തൊക്കെ ചൊല്ലിക്കൊടുത്തിട്ട് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ആംബുലൻസിൽ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. അല്ലാഹു അങ്ങനെയുള്ള പ്രയാസകരമായ സാഹചര്യം നമുക്ക് ഇല്ലാതിരിക്കട്ടെ. പൂർണ്ണമായിട്ടും അറഫയുടെ മണ്ണിൽ നിൽക്കുമ്പോ അന്നത്തെ ദിവസം നമ്മളിങ്ങനെ ദൂരേക്ക് നോക്കുമ്പോ അവിടെ ഇങ്ങനെ എന്ത് കാണാം? ജബലുർ റഹ്മ കാണാം. ഒരു കറുത്ത മലയാണ് യഥാർത്ഥത്തിൽ ജബലുർ റഹ്മ. പക്ഷേ വെള്ളത്തിലുള്ള വെള്ള വസ്ത്രം ധരിച്ച ലക്ഷോപലക്ഷം ജനങ്ങൾ ആ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് പ്രാർത്ഥന നിർവഹിക്കുമ്പോ ഒരു മനോഹരമായ വെളുത്ത മല പോലെ അതിങ്ങനെ കാഴ്ചയിൽ വരും. പ്രാർത്ഥന നിർവഹിക്കുക. ഒരു അസറിന് ശേഷമൊക്കെ ടെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ടെന്റിനകത്ത് നല്ല സൗകര്യം ഉണ്ടാവും. AC ഉണ്ടാവും, ബെഡ് ഉണ്ടാകും, തലയണുണ്ടാകും, ഇഷ്ടംപോലെ വെള്ളം കിട്ടും, ഭക്ഷണം കിട്ടും. എന്നിട്ട് ഇങ്ങനെ ആ വലിയ ഒച്ച ഉണ്ടാക്കിയിട്ട് ദയവേത് കിടന്നുറങ്ങരുത്. പുറത്തേക്ക് ഇറങ്ങുകയും ദുആ ചെയ്യുകയും അല്ലാഹുവോട് ചോദിക്കണം, കൂടുതൽ ചോദിക്കുക, റബ്ബേ എന്നെ ഈ മണ്ണിലേക്ക് നീ വീണ്ടും മടക്കി കൊണ്ടുവരണമേ, ഇതിന്റെ അവസാനത്തെ വരവാക്കല്ലേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ച് എല്ലാം നിർവഹിച്ചുകൊണ്ട് അന്നത്തെ വൈകുന്നേരം നമ്മൾ മുസ്ദലിഫയിലേക്ക് മടങ്ങി പോകുന്നു. ബസ്സിൽ പോകേണ്ട ആൾക്കാർക്ക് അങ്ങനെ പോകാം, ട്രെയിനിൽ പോകുന്നവർക്ക് ആ സൗകര്യമുണ്ട്. എല്ലാവർക്കും ട്രെയിൻ കിട്ടിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ബസ് ആയിക്കൊള്ളണമെന്നില്ല, നടന്നും പോകാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരു 6-7 കിലോമീറ്റർ അങ്ങനെ നടന്ന് നമ്മൾ എവിടെ എത്തുന്നു? മുസ്ദലിഫയുടെ മണ്ണിൽ എത്തിച്ചേരുന്നു. മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ഒരു 70-75 കല്ലുകൾ എടുക്കുന്നു. ഒരു കുന്നകല്ല് എടുക്കാനല്ല, ചെറിയ കല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ടാവും. അതെടുത്ത് ഒരു സഞ്ചിയിലോ ഒരു കടലാസിലൊക്കെ കൂടി അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ആക്കി ചുറ്റി റെഡിയാക്കി മഗ്‌രിബ് ഇശാ അവിടെ നിന്നാണ് നിസ്കരിക്കുക. വളരെ സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ആ നിസ്കാരം നിർവഹിച്ചിട്ട് കിട്ടുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഷീറ്റും വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. കിടക്കുമ്പോ ചെയ്തിട്ട് ഒരു കിടത്തങ്ങോട്ട് കിടന്നാൽ പഠിച്ചവനെ വല്ലാത്ത ദിവസമാണ്. അന്ന് പാവപ്പെട്ടവരും പണക്കാരനും പൈസള്ളവനും ഇല്ലാത്തവനും രാജാവും അടിമേ ഉടമേ എല്ലാവരും ഒരേപോലെ കിടക്കണ ലോകത്തെ അപൂർവങ്ങളിൽ അപൂർവമായ സ്ഥലത്ത് അൽഹംദുലില്ലാഹ് അന്നത്തെ രാത്രി ചെലവഴിക്കുന്നു. നേരം വെളുക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു. ട്രെയിന് വന്നത് നേരെ ട്രെയിനിൽ പോകുന്നു. ബസ്സിന് വന്നവർക്ക് അവിടെ ബസ്സൊന്നും കാണാണ്ടാവില്ല. അപ്പൊ നമ്മൾ മെല്ലെ സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. പക്ഷേ ബസ് അവിടെ ട്രെയിൻ കയറാൻ പറ്റുമോ? എപ്പോഴവിടെ എന്നൊന്നും വിചാരിച്ച ടെൻഷൻ അടിക്കരുത്. നേരെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നടന്ന് എങ്ങോട്ട് പോകുന്നു? ഒരു പക്ഷേ എങ്ങോട്ട് പോകുന്നു? ടെന്റിലേക്ക്. ടെന്റിൽ പോകാൻ ചിലപ്പോൾ നമുക്ക് അനുമതി ലഭിക്കൂല. ടെന്റിലേക്ക് വഴിയൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടോ? ടെന്റിന്റെ നമ്പറൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ടോ? ചിലപ്പോൾ അതിലേക്ക് കയറാൻ പറ്റിയിലേക്ക് നേരെ മുന്നോട്ട് പോകാം. നേരെ ജംറാത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ഇന്നത്തെ ദിവസം ദുൽഹജ്ജ് 10 ആണ്. നാട്ടിലെല്ലായിടത്തും പരിസരങ്ങളിലൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാളിന്റെ ദിവസമാണ്. തക്ബീറൊക്കെ അങ്ങനെ ചൊല്ലുന്നുണ്ടോ? നമ്മൾ തക്ബീറൊന്നും കേൾക്കൂല. നമ്മളിങ്ങനെ നമ്മുടെ സഞ്ചിയിൽ നിന്ന് ഒരു 7 കല്ലുകൾ പുറത്തെടുക്കണോ. ടെന്റിലാണെങ്കിൽ ടെന്റിൽ വന്ന് വിശ്രമിച്ചതിന് ശേഷം പോയാൽ മതി. ഇത് നേരെ ജംറത്തിലേക്ക് വിടുന്ന സന്ദർഭമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 7 കല്ലുകൾ എടുക്കുന്നു. ജംറത്തിന്റെ അടുത്ത് വരെ, ജംറാത്തുകളുടെ അടുത്ത് വരേക്കും തൽബിയത്ത് ചെല്ലണം. നേരെ ചെന്ന് ജംറത്തുൽ ഊലയിൽ കയറില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജംറത്തുൽ ഉസ്തയിൽ കയറില്ല. നേരെ ജംറത്തുൽ അഖബയിൽ പോയിട്ട് ഒന്നാമത്തെ കല്ലെടുത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഒരു കല്ലെറിഞ്ഞു, 2 എറിഞ്ഞു, 7 കല്ലും എറിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക, യൂട്ടേൺ അടിക്കുക. മുടി മുറിക്കേണ്ടവർക്ക് മുറിക്കുക, കളയേണ്ടവർക്ക് കളയാം.
ഇനി ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ആരോഗ്യപരമായിട്ട് നല്ല ശേഷിയൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നേരെ മസ്ജിദുൽ ഹറമിലേക്ക് മെല്ലെ മെല്ലെ കാലുകൾ വെച്ച് നടക്കണോ, ബസ് കിട്ടാണെങ്കിൽ ബസ്സിൽ പോകാം, ബസ്സിൽ കിട്ടാനുള്ള സംവിധാനം ഉണ്ട്. ആ ബസ്സിൽ കയറിയാൽ പൈസ ഒന്നും കൊടുക്കേണ്ട, നേരെ ഗസ എന്ന് പറഞ്ഞ മറുപടിയുടെ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് നടക്കാനുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ മക്ബസ് ജില്ലയിലൂടെ ഇങ്ങനെ ഒരു പന്തലൊക്കെ വെച്ച സ്ഥലത്ത് കൂടെ ഇങ്ങനെ കഴിക്കണല്ലോ, നേരെ അങ്ങനെ സന്തോഷത്തോടു കൂടി മസ്ജിദുൽ ഹറമിലേക്ക് എത്തണോ, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണോ, സഅയും ചെയ്യണോ, അൽഹംദുലില്ലാഹ് മുടിയൊക്കെ എടുത്ത് പൂർണ്ണമായി തഹല്ലുലായി ഹജ്ജിൽ നിന്ന് പുറത്തു വരും. ഇനി ഒരാൾ തവാഫും സഅയും ചെയ്യാൻ പോണില്ല, ആരോഗ്യ ശക്തിയില്ലെങ്കിൽ മുടി എടുക്കുന്നതോട് കൂടി സാധാരണ വസ്ത്രം ധരിച്ച് ഒന്നാമത്തെ തഹല്ലുലാകുന്നു. പൂർണ്ണമായിട്ട് തഹല്ലുലാവില്ല, തവാഫും സഅയും ചെയ്തതാണ് പൂർണ്ണമായിട്ടുള്ള തഹല്ലുലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങോട്ട് തിരിച്ചു വരുന്നു? നമ്മൾ ടെന്റിലേക്ക് തിരിച്ചു വരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ ചെലവഴിക്കുന്നതിന്റെ ഇടയിൽ കൂടെ 11 പ്രവേശിച്ചു. പറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ 21 കല്ലുകൾ എടുക്കുന്നു, നേരെ മുന്നോട്ട് പോയിട്ട് ജംറത്തുൽ ഊലയിൽ 7 കല്ല്, ജംറത്തുൽ ഉസ്തയിൽ 7 കല്ലെറിഞ്ഞ് ജംറത്തുൽ അഖബയിൽ 7 കല്ല് എറിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ മസ്ജിദുൽ ഹൈഫിന്റെ അടുത്തെത്തുകയും പ്രവാചകന്മാരൊട്ടേറെ പേർ നിസ്കരിച്ചിട്ടുള്ള മിനയിലെ മനോഹരമായ മസ്ജിദുൽ ഹൈഫിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അടുത്ത നിസ്കാരത്തിനൊക്കെ കാത്തുനിന്ന് സന്തോഷത്തോടു കൂടി അതൊക്കെ ചെലവഴിച്ച് അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് വീണ്ടും ടെന്റിലേക്ക് വന്നു. ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. ഇനി പുറത്തുനിന്ന് വരാൻ ബ്രോസ്റ്റ് തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനും സൗകര്യം മെയിനായിട്ട് കിട്ടും. ഈ ഒരു ചായ പുറത്തുനിന്ന് കുടിക്കണമെങ്കിൽ അതിനും സൗകര്യം കിട്ടും. ചായക്ക് ഇഷ്ടം പോലെ അവിടെ വെച്ചിട്ടുണ്ടാവും, മുഖത്തിന്റെ ആൾക്കാർ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. പക്ഷെ നമ്മൾ ആ ചെറിയ ബോട്ടിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമ്മൾ താമസിക്കുന്നവർക്കും കഴിക്കാം, പൊതുവായ സ്ഥലത്തും കഴിക്കാം. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. ബാത്റൂമിന്റെ സൗകര്യം കുറച്ച് കുറവായി. അപ്പൊ അതുകൊണ്ട് മൂത്രയ്ക്കാൻ മുട്ടും തോന്നുമ്പോ തന്നെ പോയി അവിടെ വരി നിൽക്കുക, എന്നിട്ട് നമ്മൾ അവസരമാകുമ്പോ മൂത്രയ്ക്കുക. ഇനി ഒരു 2 ഓണമെന്ന് തോന്നുന്നത് കുറച്ചും കൂടി നേരത്തെ പോവുക, എന്നിട്ട് ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അൽഹംദുലില്ലാഹ് 3 ദിവസം ദുൽഹജ്ജ് 11, 12 കഴിഞ്ഞ് 13ന്റെ അന്ന് ആ 3 ഏറും കഴിഞ്ഞ് അവരവന്റെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ചിലപ്പോ ബസ് ഉണ്ടാവും, ചിലപ്പോ ബസ് ഉണ്ടായില്ല, ആ ഒരു 3-4 കിലോമീറ്റർ ഇങ്ങനെ നടന്നാൽ എല്ലാം നടന്ന് ഇങ്ങനെ നമ്മുടെ അസീസിയിലെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്ന മനോഹരമായ ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹുവേ നിനക്ക് സകല സ്തുതി, നീ എന്നെ വിളിപ്പിച്ചു, ഉംറ ചെയ്യിപ്പിച്ചു, എന്നെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, പടച്ചോനെ എന്നെ മിനായിൽ നീ ഇരുത്തി, പടച്ചോനെ ഈ ദിവസമൊക്കെ ചെലവഴിച്ചു എന്ന് മാത്രമല്ല മുസ്ദലിഫയിലെ മണ്ണിൽ ഞാൻ കടന്നു, ഞാൻ അറഫയിലെ മനോഹരമായ സ്ഥലത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർഭമൊക്കെ ചെലവഴിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെല്ലോ കൊമ്പൊക്കെ ഒടിഞ്ഞ് ദേശമൊക്കെ അവസാനിച്ച് ആ 13-ന് അല്ലെങ്കിൽ 12-ന് അറിയാൻ ഉദ്ദേശിക്കാത്തവർക്ക് 12-ന് വരവിന് മുമ്പ് പോരാലോ. അങ്ങനെ വരുന്ന രംഗണ്ട് ഭയങ്കര ആളേക്കാർ കൊല കൊണ്ട് ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുമ്പോ അൽഹംദുലില്ലാഹ് അതിന് മുമ്പ് ചൂടായതൊക്കെ ചൂടാവും വേണ്ട, ഒന്നും വേണ്ട. അല്ലാഹു തൗഫീഖ് എളുപ്പാക്കി തരട്ടെ. കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് മക്കയിലുണ്ടാകും. മക്കയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ബസ് സർവീസ് ആരംഭിക്കും, അറബിൽ കൂടും വരുന്നു. അതിന്റെ അടുത്ത ഒരു ദിവസം എല്ലാം ഇങ്ങനെ പോയിട്ട് നേരെ ജബലന്നൂറിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ മഅറദുൽ വഹി എന്നുള്ള പുതിയൊരു എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. ആ ജബലന്നൂറിന്റെ മേലത്ത് കയറാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ള റോഡുകളും സംവിധാനങ്ങളും ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉള്ളത്. മേലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മ വരും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി വിശ്വസിച്ച പ്രിയപ്പെട്ട ഖദീജ, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊന്ന് പോയി നോക്കട്ടെ, ആ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഗുഹയിൽ അത് യോജിച്ചതാണോ അല്ലേ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന അപൂർവമായ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ ജബലന്നൂറിന്റെ മുകളില് ഇങ്ങനെ ചെല്ലുമ്പോ ഓർക്കും സൂറത്തൊക്കെ ഓർമ്മ വരും. അവിടെ സന്ദർശിക്കാൻ താഴേക്ക് വരിക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജബൽ തൗറിന്റെ മുകളിൽ കയറുക. ഈ സൗകര്യം അവിടെ ഇല്ല. ജബലന്നൂറിൽ അത്ര സൗകര്യം ജബൽ തൗറിലില്ല. ഇങ്ങനെ ഒരു 1-2 മലമേൽ അത്യാവശ്യ റിസ്കോട് കൂടിയൊക്കെ കയറണം. മേലെ ഇങ്ങനെ കയറി ചെല്ലുമ്പോ ആ ഗുഹയുടെ അടുത്ത് ഇങ്ങനെ എത്തുമ്പോ ഓർക്കുക, രണ്ടുപേരിൽ നിന്ന് രണ്ടാമത്തെ ആളോട് പറയാണ്, പേടിക്കണ്ട അബൂബക്കറെ, അല്ലാഹു
കുറേശികൾ ആക്രമിക്കാൻ വേണ്ടി വന്ന സന്ദർഭം ഓർക്കുക, ചെലന്തി വല കെട്ടിയത് ഓർക്കുക, സൗർ എന്ന ഗുഹയിൽ പണ്ട് എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഓർമ്മയിൽ വരിക. അൽഹംദുലില്ലാഹ് അവിടെ നോക്കുമ്പോൾ നമുക്ക് മസ്ജിദുൽ ഹറം കുറച്ച് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക ആ ഓർമ്മകൾ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊപ്പം ഹിജ്റയുടെ വേളയിൽ ഈ ഗുഹയിലാണ് അല്ലാഹു നിന്നത് എന്നുള്ള ഓർമ്മയൊക്കെ വരിക. അതുപോലെ തന്നെ ജന്നത്തുൽ മുഅല്ലയിൽ ഒന്ന് സന്ദർശനം നടത്തുക. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹാ കിടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ചെയ്തു തന്ന, എന്നെ വിശ്വസിച്ച് എന്നെ പണക്കാരനാക്കിയ എന്റെ പ്രിയപ്പെട്ട പത്നി എന്ന് എല്ലായ്പ്പോഴും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട് ജന്നത്തുൽ മുഅല്ലയിൽ. അവിടെ കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്യിദായ സയ്യിദ് അബ്ദുറഹ്മാൻ വഖീ തങ്ങളുടെ ഖബറുണ്ട്. അനേകം ആളുകളുടെ ഖബറിന്റെ കണ്ട് സിയാറത്ത് ചെയ്ത്, സ്ത്രീകൾ പുറമേ നിന്ന് സിയാറത്ത് ചെയ്ത് വരുന്നു, ദിവസങ്ങൾക്ക് ഞാൻ ചെലവഴിക്കുന്നു. അൽഹംദുലില്ലാഹ് നമുക്ക് മക്കയോട് വിട പറയാനുള്ള സമയം ഇന്നതാണ് എന്ന അറിയിപ്പ് ലഭിക്കും. നമ്മുടെ ലഗേജ് ഒക്കെ തയ്യാറാക്കി പോരുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? തവാഫുൽ വിദാ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നു. ഒരു പക്ഷേ മത്താഫിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകേണ്ടതായിട്ട് വരും. അതല്ല, സാധാരണ ഡ്രസ്സാണെങ്കിൽ മസ്ജിദിലൂടെ നമുക്ക് തവാഫ് ചെയ്യുകയും ചെയ്യാം. അൽഹംദുലില്ലാഹ് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നേരെ ചെന്നിട്ട് മസ്ജിദുൽ ഹറമിന്റെ അടുത്തേക്ക് എത്തിയിട്ട് തവാഫ് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിതാ തവാഫുൽ വിദാ ചെയ്യാൻ പോവാണ്, വിടവാങ്ങൽ തവാഫ് ചെയ്യാൻ പോവാണ്. എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഫയോട് ചേർന്നിട്ടുള്ള ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞിട്ടുള്ള ഹൃദയഭേദകമായ ഒരു വാക്ക് ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഞാനിതാ നിന്റെ ഈ ഭവനം വിട്ട്, ഞാൻ ജനിച്ച ഈ മണ്ണ് വിട്ട്, എന്റെ കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് എന്റെ ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഖുറൈശികളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബത ഇലൈനാ മക്ക ഔ അശദ്. ഈ മക്ക ഞങ്ങൾക്ക് എത്രമേൽ പ്രിയമായിരുന്നു, അതിനേക്കാളും ഞങ്ങൾക്ക് മദീനയെ പ്രിയമാക്കണേ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങലിന്റെ ഒരു സന്ദർഭം നമ്മൾ തവാഫിന്റെ സമയത്ത് അത് ഓർക്കുന്നു. തവാഫ് ചെയ്യുന്നു, പെട്ടെന്ന് റൂമിലേക്ക് തിരിച്ചു വരുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളോട് ബസ്സിൽ കയറാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ ലഗേജ് ഒക്കെ ബസ്സിൽ കയറ്റും. ഇൻഷാ അല്ലാഹ് ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആയേക്കാം യാത്ര ചെയ്ത് എങ്ങോട്ടേക്ക് എത്തുന്നു? മദീനയിൽ, മദീനത്തുൻ നബിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മനോഹരമായ മദീനയിലെത്തുന്നു. ഏറ്റവും ശാന്തമായ ഒരു സ്ഥലമാണ് മദീന. മക്കയിൽ കുറച്ച് ബഹളവും ഒച്ചയും പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലും മദീനയിൽ പോലീസുകാരില്ലാന്നല്ല, പക്ഷെ ശാന്തമായിട്ടുള്ള പലർക്കും നേരെ എത്തുന്നു. മക്കയിലെ പോലെ നേരത്തെ നിശ്ചയിച്ച റൂമുകളാവില്ല. നമ്മളൊരു ഏത് കെട്ടിടത്തിലാണ് ഒഴിവുള്ളെങ്കിൽ അവിടെ നമ്മൾ എത്തിക്കുന്നു. കുറച്ച് ആളുകൾ ചേർന്ന് 4 ആളെ 5 ആളെ റൂമൊക്കെ സൗകര്യപ്പെടുത്തി നമുക്ക് റൂമൊക്കെ അലോട്ട് ചെയ്ത് റൂമിൽ നിന്നു. ലഗേജൊക്കെ അവിടെ എത്തും. അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ച് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് നേരെ മസ്ജിദുൻ നബവിയിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. മസ്ജിദ് നബിയിലേക്ക് നടന്നു പോകുമ്പോൾ മസ്ജിദ് നബിയുടെ ചുറ്റും ഒരു കമ്പി വേലി, ഓരോ ഗേറ്റുകൾ, അതിനു നമ്പർ, ബാത്റൂമിന് വേറെ നമ്പർ, മസ്ജിദുൽ നബവിയുടെ വാതിലുകൾക്ക് വേറെ നമ്പർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വരുന്ന വഴി മനസ്സിലാക്കുക, ആ വഴി കൂടെ തന്നെ പോകണം എന്നുള്ള വഴിയൊക്കെ മനസ്സിലാക്കി വെച്ച് നല്ല ഫ്രഷായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നേരെ മസ്ജിദുൻ നബവിയിലേക്ക്, ഒന്നാമത്തെ വാതിലിന്റെ അടുത്തേക്ക്, ബാബുസലാമിന്റെ അടുത്തേക്ക് പോവുകയും മെല്ലെ മുന്നോട്ട് മെല്ലെ മെല്ലെ നടക്കുകയും ചെയ്യുമ്പോൾ ഇടതുവശത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ സ്ഥലത്തെത്തുകയും അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സലാം പറയണം. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ ഖലീഫത്ത് റസൂലില്ലാഹ് സലാം പറയണം. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് തന്നെ അസ്സലാമു അലൈക യാ ഉമറുൽ ഫാറൂഖ് ഖലീഫത്ത് റസൂലില്ലാഹ് സലാം പറഞ്ഞ് ബാബുൽ ബഖീ എന്ന് പറയുന്ന വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ജന്നത്തുൽ ബഖീൽ പോകേണ്ട ഒരു കട പോകാം. അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ബികുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്നത്തി, സ്വർഗ്ഗത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും ഒരു കൂട്ടുകാരനുണ്ട്. റഫീഖി ഉസ്മാൻ, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. അവിടെ ഫാത്തിമത്തു സഹ്റ ബതൂൽ കിടക്കുന്നുണ്ട്. അനേകമായിരം സഹാബാക്കൾ കിടക്കുന്നുണ്ട്. ലക്ഷോപലക്ഷം മുസ്ലിമുകൾ കിടക്കുന്ന ജന്നത്തുൽ ബഖീൽ ചെല്ലുകയും അവിടെ നിന്ന് ദുആ ചെയ്യാം. എന്നിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരാനുള്ളവരാണ് എന്ന് പ്രാർത്ഥിക്കാം.
സ്ത്രീകൾ പുറമേ നിന്ന് സലാം ചെല്ലുക, മസ്ജിദ് നബവിയിൽ വരിക, നിസ്കരിക്കുക, പോവുക, അങ്ങനെ ചെലവഴിക്കുക. ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ എവിടെ കിട്ടും? മക്കയിൽ കിട്ടും. ക്യാൻറ്റീനും അടുക്കളൊക്കെ. മദീനയിൽ ആ സൗകര്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഫ്ലോറിലൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും. ചെറിയ 10 റിയാലോ 12 റിയാലോ 13 റിയാലോ കൊടുത്താൽ ഇൻഷാല്ലാ ഭക്ഷണമൊക്കെ കിട്ടും. ഒരു ചായ അവിടെ 2 റിയാലോ, ഒരു പാൽ വെച്ച ചായക്കടയിൽ 3 റിയാലോ, കടൽ ചായക്ക് 2 റിയാലോ. അപ്പൊ അവിടെ 2 റുപ്യേ ഉള്ളൂ എന്ന് വിചാരിക്കണം. അവിടെ 3 റുപ്യേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അവിടെ മറ്റേ ഇഞ്ചു കൂട്ടരുത്. ഇൻഷാല്ലാ ആവശ്യമുള്ളതൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ വരുന്നു പോകുന്നു. അതിന്റെ അടുത്ത് ഇങ്ങനെ നേരെ നമ്മൾ എങ്ങോട്ട് പോകണു? ജബൽ ഉഹുദിന്റെ അടുത്തേക്ക് പോകണു. മദീനയുടെ അഹങ്കാരവും അഭിമാനവുമായ ജബൽ ഉഹുദിന്റെ അടുത്ത് ഇങ്ങനെ പോകണു. അതിന്റെ അടുത്തുള്ള ജബൽ റുമാത്തിൽ പോകണു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 അമ്പെയ്ത്തുകാരെ നിർത്തിയിട്ടുള്ള മലയായിരുന്നല്ലോ എന്നുള്ള ആ ഓർമ്മ കാണുന്നു. വേണമെങ്കിൽ ഒന്ന് സൗജന്യ ചായയൊക്കെ കിട്ടാൻ സൗകര്യം അതൊക്കെ ചെയ്യുന്നു. മസ്ജിദ് ഖിബ്ലത്തൈനിൽ പോകുന്നു. നേരത്തെ എങ്ങോട്ട്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബ്ലയായിരുന്ന സമയത്ത് നിസ്കരിച്ച ഭാഗത്തോടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഅബയിലേക്ക് ഉള്ള ഭാഗം അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ കാണുന്നു. മസ്ജിദ് ഖുബൈയിൽ പോകണം, 2 റക്അത്ത് നിസ്കരിക്കുന്നു. അൽഹംദുലില്ലാ ഒരു ഉംറ ചെയ്ത പ്രതിഫലം അതുകൊണ്ട് ലഭിക്കുമെന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ അതൊക്കെ കാണുന്ന ഒരാൾക്ക് ബദറിൽ പോകണം തീരുമാനിച്ചാൽ അൽഹംദുലില്ലാ അവിടെയും പോകുന്നു. സന്ദർശിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ഈ ദിവസങ്ങളൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഹജ്ജ് മിഷന്റെ ആളുകൾ നമ്മുടെ വോളണ്ടിയർമാർ വന്നിട്ട് പറയും ഇന്ന് നമുക്ക് റൗദയിൽ പോകാനുള്ള ദിവസമാണ്. ആ സമയമൊക്കെ കണക്കാക്കി അവിടത്തേക്ക് കൃത്യമായിട്ട് എത്തുന്നു. ഇത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ നുസ്ഖ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് റൗദയിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് ബുക്ക് ചെയ്താൽ സ്ലോട്ട് നമുക്ക് കിട്ടും. ഈ പെർമിഷൻ കാണിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ പോകാൻ പറ്റും. നമ്മൾ കയറുന്നതിന്റെ ജസ്റ്റ് 1 മണിക്കൂർ മുമ്പ് പെർമിഷൻ നമ്മുടെ ആപ്പിൽ വരും. അതൊക്കെ ഉപയോഗിച്ച് പോയിട്ട് നേരെ റൗദയിൽ കയറി ചെല്ലുമ്പോർക്ക് എന്റെ ഈ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ലോകത്തെ റൗദത്തും റിയാദുൽ ജന്ന എന്ന സ്ഥലത്താണ് ഞാൻ എത്തിയിരുന്നത്. ഒരു 1/2 മണിക്കൂർ സ്ലോട്ട് ആയിരിക്കും. അതിന്റെ ഇടയിൽ പുരുഷന്മാർക്ക് വേറെ സമയം, സ്ത്രീകൾക്ക് വേറെ സമയമായിരിക്കും. എല്ലാം കൂടി വെട്ടിക്കീച്ചാൽ സത്യത്തിൽ സമയമൊക്കെയാണ് ഉണ്ടാവുക. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക, നിസ്കരിക്കുക, ദുആ ചെയ്യുക, ഒക്കെ ചെയ്ത് അൽഹംദുലില്ലാ കുറച്ച് ദിവസം ഞാൻ നിൽക്കുന്നു. ആ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി ഇതൊക്കെ കൂടി കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് അനൗൺസ് വരും. നാളെ മറ്റന്നാൾ നമ്മുടെ യാത്രയാണ്. നാളെ നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരും എന്ന് പറയും. അപ്പൊ നമ്മുടെ 20 കിലോയുടെ 2 ബാഗ് തയ്യാറാക്കി വെക്കുക. ഒരു കവറിലുള്ള ആളുകൾ ഒന്നിച്ച് ലഗേജ് കൂടി കൊടുത്ത് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി നിന്നു. ഇപ്പൊ ലഗേജ് ഒക്കെ പോയി. നമ്മുടെ ഇതിന് മാത്രമുള്ളത് ഹാൻഡ് ബാഗ് മാത്രമാണ്. ആ തുണിസഞ്ചി ഉണ്ട്. ഞാൻ പോകുമ്പോ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ. അതിന്റെ ഉപയോഗം പറയാൻ പോകാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇൻഷാല്ലാ നമ്മൾ ഹറമിൽ പോകണം വരുന്നു, മസ്ജിദ് നബിയിൽ പോകണം വരുന്നു, അതൊക്കെ കൂടി ചെലവഴിച്ച് ഈ സാധനങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് നമ്മൾ പറയും ഇൻഷാല്ലാ നമ്മൾ നാളെ പുറപ്പെടും എന്ന് പറയുമ്പോഴത്തേ ആ അവസാനം പോണ സമയത്ത് പോയിട്ട് ആ 365-ാമത്തെ വാതിലിനടുത്ത് എത്ര ലിറ്റർ വേണമെങ്കിൽ എടുക്കാൻ സൗകര്യം ഉണ്ട്. എന്തായാലും നമ്മളൊക്കെ 1 ലിറ്ററിന്റെ ക്യാനാണുള്ളത്, ബോട്ടിലാണുള്ളത്. ആ ബോട്ടിലൊക്കെ കൂടി നിറച്ചു കൊണ്ടു വെക്കുക. എന്ത് താമസപ്പെടണം. ഇൻഷാല്ലാ അതൊക്കെ കൂടി ആയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗ് കൊണ്ട് കയ്യില് ചെറിയ തുണിസഞ്ചി ഉണ്ട്, അത് എക്സ്ട്രാ കേട്ടോ. ഇതൊക്കെ കൂടി റെഡി ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ പറയും നമ്മൾ ഇന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോകും. അതിന്റെ മുമ്പായിട്ട് വീണ്ടും നിന്നു ബാബുസലാമിലേക്ക് പോകണം. മസ്ജിദ് നബിയിൽ ചെന്ന് ബാബുസലാമിന്റെ ജുമാക്കുള്ള സമയം കിട്ടും. എല്ലാം ഉപയോഗപ്പെടുത്തുകയും അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ മദീനയിൽ കാണാൻ ഇതൊക്കെ കണ്ട് ഈ ദിവസങ്ങളൊക്കെ ചെലവഴിച്ച് അവർ അവസാനത്തെ പോക്ക് വീണ്ടും ഇങ്ങനെ ചെന്നിട്ട് ബാബുസലാമിനോട് കയറിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി പോരുമ്പോ പ്രശ്നെ നീ എന്നെ എത്രയാണ് സഹായിച്ചത് ആ ഓർമ്മയൊക്കെ മനസ്സിലുണ്ടാവുക. ഒരുപാട് ആളുകളെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. ഈ നഗരത്തിൽ ഈ മദീനത്തുൻ നബവി നേരത്തെ യത്രിബ് എന്ന പേരുള്ള ഇപ്പോൾ മദീനത്തുൻ നബവി എന്ന പേരിലുള്ള ഈ സ്ഥലത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ട മകൾ കിടക്കുന്ന സ്ഥലമാണ്, സഹാബത്ത് കിടക്കുന്ന സ്ഥലമാണ്. ആളുകൾക്ക് കൊതിച്ചു പോകുന്ന പടച്ചോനെ ഈ ജന്നത്തുൽ ബഖീൽ ഞങ്ങളെ കിടത്തണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളതാണ്. ഒക്കെ പ്രാർത്ഥിക്കും. ഇൻഷാ അല്ലാഹ് ആമീൻ. ഒച്ച കുറവുണ്ട് ജന്നത്തുൽ ബഖീൽ കെട്ടാൻ അല്ലാഹു തആല അവസരം നൽകട്ടെ എന്നാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്തായാലും അതൊക്കെ കൂടി കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് സമയം വിശ്രമിച്ചു. ആ ബോട്ടിലെ വെള്ളം പെട്ടെന്ന് കുടിച്ച് തീർക്കരുത്, അത് അവിടെ തന്നെ വെക്കുക.
നമുക്ക് മക്കത്തുനിന്ന് കുറച്ച് സംസ്ഥാനത്തിന്റെ ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒരു 18 ബോട്ടിലിന്റെ ഒരു കാർട്ടൂൺ ഒന്നിച്ചിട്ട് ചില ആൾക്കാർ അത് അവിടുന്ന് കുടിച്ചാതെ അതും ഏറ്റി മദീനത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും. പോകുമ്പോ കൊണ്ടുവച്ചാൽ ലഗേജ് ബാഗിൽ അതൊന്നും ഇടരുത്, അത് സ്കാൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ ഹാൻഡ് ബാഗിൽ ഈ രഹസ്യമായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വെക്കുകയാണെങ്കിൽ വെച്ചോളുണ്ടോ, അഥവാ പുറത്തിടണമെന്ന് പറഞ്ഞെങ്കിൽ എടുത്ത് ഒഴിവാക്കല്ലാതെ മാർഗമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ബോട്ടിൽ കുടിക്കാനുള്ളത് അതൊക്കെ ഒന്ന് പറയാം, അത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് അത് സൗകര്യപ്പെടും, അതോ തൊഫീഖുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എടുത്ത് റെഡിയായിട്ട് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോയിരുന്നു. എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ പരിശോധന ഒക്കെ നടക്കുന്ന ഇടയിൽ കൂടെ കുറച്ച് വെള്ളം കഴിയുന്നൊരു കുറച്ചൊക്കെ ഇങ്ങനെ കുടിക്കാൻ മാതിരിയൊക്കെ കാട്ടിയത് പരമാവധി സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. പക്ഷെ അതൊക്കെ വെച്ചോളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഭക്ഷണമൊക്കെ കിട്ടും. എന്നിട്ട് ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂർ യാത്ര, ഫ്ലൈറ്റ് കയറി വീണ്ടും ഭക്ഷണം കിട്ടും. ഇൻഷാ അല്ലാഹ് നേരെ വിമാനം കൊച്ചിയിലോ കോഴിക്കോട്ടോ എവിടെ എത്തും. അവിടെ നിന്ന് നമ്മള് നമ്മുടെ ദേഹപരിശോധനയൊക്കെ പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് നമ്മൾ 2 ലഗേജ് കൂടി ഒരു ട്രോളിയിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഹജ്ജ് കമ്മിറ്റിയുടെ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനുണ്ടാവും. കുറെ വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടാക്കും, അവർ നമ്മളെ സ്വീകരിക്കും. 5 ലിറ്ററിന്റെ ഒരു സംസമിന്റെ ക്യാൻ നമുക്ക് തരും. സന്തോഷാവൂല? 1 ലിറ്റർ നമ്മൾക്ക് വേറെ ഇൻഷാ അല്ലാഹ് അതൊക്കെ കൂടി ആയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ മുന്തി വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകളൊക്കെ കൂടി ബന്ധപ്പെട്ടവരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഓരൊക്കെ കാണണു, മാനൊക്കെ ചെയ്യണു. അൽഹംദുലില്ലാ വളരെ സന്തോഷം. പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ ആ പച്ച തലപ്പുകളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൂടി കണ്ട് നമ്മുടെ നാട്ടിലെത്തിയ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അങ്ങനെ പോയി നേരെ അൽഹംദുലില്ലാ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തണു. വണ്ടി നിർത്തി ലഗേജൊക്കെ ഇറക്കിയിട്ട് നേരെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ആ പ്രധാനപ്പെട്ട കസേരയിൽ ഒന്നും കൂടി ഇങ്ങനെ ആസനസ്ഥനായിട്ട് ഒരു ലൈറ്റ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് കുറച്ച് സംസമുള്ളൊക്കെ 1.5 ചെറിയ ഗ്ലാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും മതി. ധൈര്യമൊക്കെ കൂടി ഒഴിച്ചൊക്കെ കൊടുത്ത് ഇത് കയ്യോ പേടിച്ചില്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ് അതൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ വീണ്ടും പറയേണ്ട ഒരു വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയില്ലേ? 3 കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാണ്. ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ തൽബിയത്താണ്. മൂന്നാമത്തത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. അൽഹംദുലില്ലാഹ് വീട്ടിൽ തിരിച്ചെത്തി, സന്തോഷായി. ഇനിയുള്ള കാലം ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷത്തോടു കൂടി ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് പടച്ചവന്റെ കബൂലിയത്തോടു കൂടി തിരിച്ചെത്താൻ സർവശക്തനായ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി തന്നെ സഹായിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കൊക്കെ ഇനിയും പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. കുറെ ആൾക്കാർ ഹജ്ജുമായി ബന്ധപ്പെട്ട ഖിദ്മത്ത് ചെയ്യുന്നവരുണ്ട്. ഹജ്ജിനെ ഖിദ്മത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം. എന്നാലും എന്ത് ചെയ്യുക? ആദ്യമായിട്ട് സ്വീകരിക്കുള്ളൂ. എല്ലാവരും ആഗ്രഹം എന്താണ്? അറഫയുടെ മണ്ണിൽ ഒന്നും കൂടി പോയി നിൽക്കാൻ, മുസ്ദലിഫയിൽ പോയി നിൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പ്രിയപ്പെട്ട ഹാജിമാരെ, അനോമാരെ എല്ലാവരും ക്ഷീണിച്ച് വിശന്നിരിക്കുന്നതറിയാം. ചുരുക്കം ചില വാക്കുകളാൽ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന എം കോളേജിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഉമർ സാഹിബിനെ എന്റെ പ്രിയപ്പെട്ട ഹാജിമാരുടെ യാത്രാ ആശംസകൾ നേരുന്നതിനും സിദ്ധിയതിനുമായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേറ്റ് പ്രൊഫഷണലായ ഈ ക്യാമ്പിൻ്റെ എല്ലാമായ കോഴിക്കേന്ദ്ര ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ അമാനുല്ലാ സാഹിബ് ക്ലാസ് എടുത്തത്, അതുപോലെ നമ്മുടെ അഭിമുഖ സാഹിബ്, കൗൺസിൽ സലീം സാഹിബ്, സലാം സാഹിബ് അടക്കമുള്ള ഇതിലെ സംഘാടക സഹോദരങ്ങളെ, അതിനേക്കാൾ ഉപരി ഈ വർഷം ഹജ്ജിൽ പോകുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും തയ്യാറായ എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടി അല്പം മാനസികമായ അസൂയോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങളൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിയാത്ത അല്ലെങ്കിൽ ശ്രമിക്കാത്ത ആളുകൾ എന്നുള്ള ആ അസൂയ.
എന്തായാലും ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഹജ്ജിന് പോയേക്കാൻ വേണ്ടി ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത പല സഹോദരങ്ങളും ഇന്ന് ഹാദിനികളായി അപ്പുറത്ത് ഇതിന് സേവനം ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സും പ്രവർത്തനവും ഒക്കെ പ്രത്യേകിച്ച് മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ